ഹലോ ഗെയ്സ്, ഇന്ന് നമ്മൾ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയും ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇട്ടത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചെറുനാരങ്ങയുമാണ്, ഉപ്പും. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇത് ഫ്രൈ ആയിട്ടുണ്ട്. അതിനുശേഷം ഈ ചെമ്മീൻ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇതേ ഓയിൽ തന്നെ നമുക്ക് ഉള്ളിയും തക്കാളിയും വാട്ടിയെടുക്കാം. ഉള്ളിയും തക്കാളിയും ഇതിലേക്ക് ഇടുന്നുണ്ട്. അത് നല്ലോണം ഇളക്കിയെടുക്കാം. ഉള്ളിയും തക്കാളിയും വേവുന്നവരെ നമുക്ക് ഇത് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം, മുളക് പൊടി, പിന്നെ ഫിഷ് മസാല നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി ഇത് കുറച്ച് നേരം അടച്ചു വെക്കാം. ഇത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് ചെമ്മീൻ ഇടാം. ഇത് നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫാക്കാം. ഇനി നമുക്ക് ഈ ബിരിയാണിയിലേക്ക് വേണ്ട നെയ്ച്ചോറ് ഉണ്ടാക്കാം. കുക്കറിലാണ് കേട്ടോ നമ്മളിന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. ഇതിലാണ് കേട്ടോ നമ്മളിന്ന് നെയ്ച്ചോറാക്കുന്നത്. നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഇനി അത് അടച്ചതിന് ശേഷം 2 വിസിലടിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് മാറ്റി വെക്കണം. ഇനി ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച നെയ്ച്ചോറ് അതിൻ്റെ മേലേക്ക് ഇടാം. അത് മുഴുവനായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുനാരങ്ങ നീര് ആക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ എല്ലാം ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ബിരിയാണി റെഡിയായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യാൻ മറക്കല്ലേ.